ജയ് ശ്രീ രാധേകൃഷ്ണ. എല്ലാവർക്കും വൃന്ദാവനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൃഷ്ണൻ്റെ ചെറിയൊരു കഥയാണ് പറയാൻ പോകുന്നത്. ഒരിക്കൽ കൃഷ്ണൻ കഠിനമായ നെഞ്ചുവേദനയുണ്ടെന്ന് നടിക്കുകയാണ്. ഭഗവാൻ ഒരു മരുന്നിനോടും പ്രതികരിക്കുന്നില്ലെന്നും കഥ മെനയുകയാണ്. തൻ്റെ ഭക്തരുടെ കാൽച്ചുവട്ടിലെ മൺതരികൾ ലഭിച്ചാൽ കൃഷ്ണനെ രക്ഷിക്കാനാകുമെന്ന് നാരദമുനിയെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അതായത് തന്നെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ, തൻ്റെ ഭക്തരുടെ കാൽച്ചുവട്ടിലെ മൺതരികൾ കിട്ടിയാൽ മാത്രമേ തൻ്റെ നെഞ്ചുവേദന മാറൂ എന്ന് എല്ലാവരോടും പറയാനായിട്ട് നാരദമുനിയോട് കൃഷ്ണൻ ആവശ്യപ്പെടുന്നു. ഒപ്പം നാരദമുനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. അതായത് കാൽച്ചുവട്ടിലെ മൺതരികൾ നൽകുന്ന ആളിൻ്റെ ജീവൻ നഷ്ടമാകുമെന്നും മുനി അറിയിച്ചു. അതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഓടിമാറി. എല്ലാവർക്കും കൃഷ്ണൻ പ്രിയപ്പെട്ടത് തന്നെയാണ്. എല്ലാവർക്കും ആഗ്രഹവുമുണ്ട് തൻ്റെ കാൽച്ചുവട്ടിലെ മൺതരി കൊടുക്കണമെന്നും കൃഷ്ണനെ രക്ഷിക്കണമെന്നൊക്കെ. പക്ഷേ തങ്ങളുടെ ജീവൻ അപകടത്തിലാണെന്ന് കേട്ടതോടുകൂടി പലരും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അങ്ങനെ ആരും കാൽച്ചുവട്ടിലെ മൺതരികൾ നൽകാൻ തയ്യാറാകാതെ വന്നതോടെ നാരദമുനി കൃഷ്ണൻ രാധയോടും ഗോപികമാരോടുമൊക്കെ ഒത്ത് കളിച്ച് രസിച്ചിരുന്ന കണ്ണൻ്റെ ഏറെ പ്രിയപ്പെട്ട വൃന്ദാവനത്തിലേക്ക് യാത്രയായി. കൃഷ്ണൻ തന്നെയാണ് നാരദമുനിയെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നത്. വൃന്ദാവനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വെള്ളമെടുക്കാൻ യമുനയുടെ തീരത്തെത്തിയ ആദ്യം കണ്ട ഗോപികയോട് നാരദമുനി ഇത് വിവരിച്ചു. ഇത് കേട്ടയുടനെ തന്നെ ആ ഗോപിക തൻ്റെ കാൽ കീഴിലെ മൺതരികളെടുത്ത് മുനിക്ക് നൽകി. ഞാൻ മരിക്കുന്നതിൽ എനിക്ക് പ്രശ്നമില്ല, പക്ഷേ ഭഗവാന്റെ ജീവന് ഭീഷണിയുണ്ടാകാൻ അനുവദിക്കില്ലെന്നായിരുന്നു ആ ഗോപികയുടെ മറുപടി. ഇത്തരത്തിൽ മനസ്സ് നിറയെ കൃഷ്ണനോടുള്ള ഭക്തി മാത്രമുള്ളവരാണ് വൃന്ദാവനത്തിലെ ഓരോ ഗോപികമാരും. ആ ഭക്തിയുടെ മൂർത്തിമത് ഭാവമായിരുന്നു രാധയും അവിടെയുള്ള ഗോപികമാരുമൊക്കെ ഓരോ നിമിഷവും കൃഷ്ണനിൽ മുഴുകി ജീവിക്കുന്നവരാണ്. എല്ലാ ഗോപികമാരും ഓരോ നിമിഷവും കാതോർത്താണിരിക്കുന്നത് കൃഷ്ണൻ്റെ പുല്ലാങ്കുഴൽ നാദത്തിന് വേണ്ടി. കൃഷ്ണൻ്റെ പുല്ലാങ്കുഴൽ നാദം കേൾക്കുമ്പോൾ അവർക്ക് എല്ലാവർക്കും അറിയാം അതിനർത്ഥം കൃഷ്ണൻ തങ്ങളെ വിളിക്കുന്നുണ്ടെന്നാണെന്ന്. പുല്ലാങ്കുഴൽ നാദം കേട്ടയുടൻ തന്നെ എല്ലാ ഗോപികമാരും സ്വയം മറന്ന് സ്വന്തം ഗൃഹങ്ങളിൽ നിന്നും ഇറങ്ങി കണ്ണനടുത്തേക്ക് പോകും. പിന്നെ മനസ്സിൽ എത്ര ദുഃഖങ്ങളുള്ളവരാണെങ്കിൽ പോലും എല്ലാം മറന്ന് കണ്ണനോടൊപ്പം ആനന്ദ രാസലീലയാടും. രാസലീലയാടുന്ന സമയത്ത് ഓരോ ഗോപികമാരും ആഗ്രഹിക്കും കൃഷ്ണൻ തങ്ങളുടെ കൂടെ നൃത്തം ചെയ്യണമെന്ന്. ഇവരുടെ എല്ലാം മനസ്സിലെ ഈ ആഗ്രഹം കണ്ണനറിയാം. എല്ലാ ഗോപികമാരുടെയും മനസ്സറിയുന്ന കണ്ണൻ അനേക കൃഷ്ണരൂപങ്ങളിൽ ഓരോ ഗോപികയോടൊപ്പവും രാസലീലയാടും. അങ്ങനെ ഓരോരുത്തരുടെയും മനസ്സ് കൃഷ്ണൻ തൻ്റെ ഒപ്പമാണ് രാസലീലയാടുന്നതെന്ന സന്തോഷത്തിൽ നിറയും. ഇതിനർത്ഥം കണ്ണനെ ഇഷ്ടപ്പെടുന്നവരുടെ അരികിൽ ഒരേ സമയം തന്നെ ഭഗവാൻ എല്ലാവരുടെയും ഒപ്പം ഉണ്ടാവും, വിളിപ്പുറത്തുണ്ടാവും. ജയ് ശ്രീ രാധേ രാധേ.